ഇന്ന് ചുമ്മാരിപ്പാണോ? പരിപാടിയൊന്നും ഇല്ലായിരുന്നോ? അല്ല ഇന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നോ? ചുമ്മാരിപ്പായിരുന്നോ? ഇന്ന് ചുമ്മാരിപ്പായിരുന്നോ? ചുമ്മാരിപ്പായിരുന്നോ? പരിപാടിയൊന്നും ഇല്ലായിരുന്നോന്നാ ചോദിച്ചത്. ചുമ്മാ ഇരിക്കണം. ആ പിന്നെ എന്നാ ചെയ്യാനോ? ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ? അടുക്കള പണിയൊന്നും ഇല്ലേ? അടുക്കള പണിയൊന്നും ഇല്ലേന്ന്? പിന്നെ എല്ലാ അടുക്കളയാൽ മാത്രം പണിയല്ലോ. ഇല്ലേ? പിന്നെ അടുക്കള പണി എന്നിട്ട് ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ട് കണക്കില്ലാതെ വേണ്ട. എന്നാത്തിന് നല്ല സാധനം വല്ല 2-3 കൂട്ടം മതി. മതിയോ? ലോകത്തിലുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്നാത്തിന് കൊള്ളാം. ആ നല്ല കൂട്ടം എന്നൊക്കെ ഉണ്ടാക്കണേ? ഇവിടെ വന്നവർ പോയോ? ആരാ അവർ പോയോ? ആരാ വന്ന ഇവിടെ? ഫാൻ നന്നാക്കാൻ വന്നാണോ? രണ്ടാമത്തെ കണ്ടില്ലേ? ഫാൻ നന്നാക്കാൻ വന്നാണോ? ഫാൻ നന്നാക്കാൻ വന്നവരാണോ? ആ ഫാനേ നമ്മുടെ മുറിയിലെ ഫാൻ കേടായി പോയില്ലായിരുന്നു. എങ്ങോട്ടായിരിക്കും പോയത്? ആരാ? അവർ അടുത്ത പണിക്ക് പോയി കാണും. അവരടുത്ത പണിക്ക് പോയി കാണുന്നേ. എല്ലാം പെറുക്കിയ വെയിൽ തന്നെ കിടന്നിരുന്നേ? വെയിൽ തന്നെ ഇട്ടിരുന്നേ? തുണിയാണോ? വെയിൽ തട്ടിരുന്നേ തുണിയാണോ? അവരൊക്കെ ഉണ്ട്. ആര്? രണ്ടുപേര്. അത് ഫാൻ നന്നാക്കാൻ വന്നല്ലേ? ഫാൻ നന്നാക്കാൻ വന്ന ആളല്ലേ? ഫാനോ? ആ ആരെ? അമ്മയുടെ മുറിയിലെ ഫാൻ കേടായിപ്പോയില്ലായിരുന്നു? മുറിയില് ഫാൻ കേടായിപ്പോയായിരുന്നു. ഫാനോ? ആ എലിക്കുട്ടിയുടെ മുറിയിലെ ഫാൻ കേടായിപ്പോയായിരുന്നു. കറങ്ങുവാണോ? കറങ്ങുന്നില്ലായിരുന്നു ഇന്നലെ. ഫാൻ ഇട്ടേക്കുമായിരുന്നോ? ആ അത് നന്നാക്കാൻ ആൾ വന്നല്ലേ? ആരാ ഇട്ടേ? അത് നന്നാക്കാനേ ആൾ വന്നതല്ലേ ഇപ്പം. തന്നെ കറക്കണോ? തന്നെ കറങ്ങുമോ ഫാൻ? സ്വിച്ചിടാതെ കറങ്ങുമോ? മഴക്കാറ് കണ്ടവാനും വെക്കുക. അടിപൊളി മഴയുണ്ടാവും. മഴ പെയ്യട്ടെ. മഴയൊട്ടുമില്ല. ഒക്കത്തിൽ ചോദിക്കട്ടെ എങ്ങോട്ടാ പോകുന്നത്? ആരാമേ? പോകുന്നത് ആരുമില്ല. ഇപ്പത്തെ എളിയണ വെയിൽ എന്നതാണ്. ഈശോയെ അമ്മ എങ്ങോട്ട് പോയായിരിക്കും? ഇവിടെ കാണുന്നില്ലല്ലോ. ഇങ്ങനെ അതിനെ എവിടെ ചെന്നതാ പോണേ? ഇവിടെ എങ്ങും ഇല്ല. ഇങ്ങനെ പോയി വീട്ടിലോട്ട് പോകാൻ എല്ലാവരും ഭക്ഷണമെല്ലാം വെട്ടി മറന്നു വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ അവിടെ കന്നുകാലിയൊക്കെ അവിടെ കെട്ടി. ആരെയാ നോക്കണേ? ആരെ നോക്കുന്നത്? ആരെയാണ്? ആരെയാണ് നോക്കണമെന്നാ ചോദിച്ചേ. അതാണ് ആരെയാണ് നോക്കണമെന്ന്. ആരൊക്കെയാ? എടപ്പുവാ എടപ്പുവാ നടന്ന് ഒരുകൂടി ചക്കയെ വെച്ചിട്ടുണ്ട്. ആൾക്കാരാരുമില്ല. ആൾക്കാരും ഇല്ലേ? അവിടെ പോയോ? എവിടെ പോയി? ആർക്കറിയാം. ആൾ കൂടുതലുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിനകത്ത് എന്നാ തേടാനാണ്? ആ അതല്ലേ ഇതിന് നടക്കണം. എന്നാത്തിനാ? അതാ ചോദിച്ചേ. അതിനകത്തെ കാര്യം പോയി നോക്കും. ആ ഇതിലെന്തിനാ ഓടി നടക്കണേ? ആരെയാ നോക്കണേ? ഇവിടെയൊന്നും ആരുമില്ലല്ലോ. ഇവിടെ ആരാ കാണുന്നത്? ഇവിടെ ആരും കാണാനില്ല. എല്ലാവരും എവിടെ പോയായിരിക്കും? വീടിനകത്തല്ലേ ആൾ കാണുള്ളൂ? ഇവിടെ പുറത്ത് കാണുമോ? വീടിനകത്തല്ലേ ആൾ കാണുള്ളൂ? ഇതിനകത്ത് ഇല്ലേ ആൾ കാണുള്ളൂ? വീടിന് പുറത്ത് ആൾ കാണുമോ? ആൾ വന്നു. ആൾ കാണുമോ? ആൾക്കാരെല്ലാം വീടിനകത്തല്ലേ കാണുള്ളൂ ചൂടത്ത്? ഇത് വീടും അറിയത്തുള്ളൂ. ആരെയാ? എന്നാ ചെയ്യണം? എടപ്പാനാ? എവിടെ പോകാനാ? വീട്ടിൽ എന്തെല്ലാം കാര്യം നോക്കണം. പോകേണ്ടടുത്ത് പോകണം, കണ്ടടുത്ത് വന്ന് വെട്ടിപ്പൊട്ടി വേവിച്ച് തിന്നുവോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതെ എടുത്ത് ഇങ്ങനെ വെച്ചിരുന്ന് എന്നാ ചെയ്ത് കളയാനും. ഏതാ മനുഷ്യന് അത്യാവശ്യ സമയത്തുണ്ടാവും ഇതൊക്കെ പറ്റുമോ? എന്നാ ചക്കയുടെ കാര്യമാണ്. ചക്ക? ഏത് ചക്ക? കണ്ടില്ല? ഇതോ? ആ അത് സാബുചേട്ടായി കൊടുക്കാണല്ലോ. അത് വെട്ടി പൊളിച്ചെടുത്തില്ലേ? അമ്മ ഒരുക്കാൻ കൂടിയില്ലേ? ഇന്ന് ചക്ക ഒരുക്കാൻ കൂടിയില്ലേ? ഒരുക്കാൻ കൂടിയില്ലേന്ന്? ഇവിടെ
ഇവിടെ ചക്ക ഒരുക്കിയില്ലേ? ജോമോളെ ചക്ക ഉണ്ടാക്കിയപ്പോൾ ഒരുക്കാൻ കൂടിയില്ലേ? ഏ ചക്ക ഒരുക്കാൻ അമ്മ കൂടിയില്ലായിരുന്നു. ആരാന്ന് അമ്മ കൂടിയില്ലെന്നാ ചോദിച്ചേ. ഏ അമ്മ കൂടിയില്ലെന്നാ ചോദിച്ചേ. ചക്ക ഒരുക്കാൻ കൂടിയില്ലായിരുന്നോ? ആ ചക്ക കിട്ടിയപ്പോൾ കൂടെ എൻ്റെ കൂടെ ഒന്നും കൂടിയില്ല, ഞാൻ കൂടി. അമ്മയും കൂടിയില്ലേ? അപ്പം ഞാൻ ചക്കയൊന്നും ഞാൻ കണ്ടില്ല. എന്നാലും അതിവിടെ ഇരുന്നോട്ട് ഞാൻ അവിടെ വന്നോണ്ട് കാണത്തില്ല. ആണോ? അത് അത് പിന്നെ ആ കാണത്തില്ലായിരുന്നല്ലേ? ഇവിടെ ആരല്ലേ? ആണ്ടാ ആരായിരുന്നു? അമ്മയെ തപ്പി നടക്കുമായിരുന്നു. ആ അമ്മേനെ കണ്ടില്ലെന്ന്. ആ എലിക്കുട്ടിയുടെ അമ്മയാണോ ആരാ അമ്മേനെ തപ്പി നടക്കാൻ? പിടിച്ച് കിടത്താനോ? പിടിച്ചു കിടത്താൻ ആരെ 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 പിടിച്ചു കിടത്താൻ? അന്ന് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഈ ചക്കയും കൊടുത്തേക്കായിരുന്നല്ലോ. ഉം. ഞാൻ ഇല്ലെന്നാ വിചാരിച്ചു. പിടിച്ച് കിടത്തണം ആരെ? എനിക്കറിയത്തില്ല. ചോദിച്ച പറഞ്ഞോട് ചോദിച്ചു. ഞാനേ ആരെ പിടിച്ചു കിടത്താൻ ആരും ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നാ ഇതെന്നാ? ഇതെന്നാ ഇത് അമ്മയ്ക്കുള്ളതാ. ചക്ക കൊണ്ട കൊടുത്തിട്ട് കൊടുത്ത അവർക്ക് ഈ പറഞ്ഞ പോലെ ചക്കയില്ല. ആർക്ക്? ആർക്കാ? ചോദിക്കും. ടോമിക്കോ? ടോമിക്കോ? ആ. ടോമിക്കൊക്കെ അവിടെ ചക്ക കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അതാരത്? ഇങ്ങനെ കൊത്ത് കിട്ടുന്നതൊക്കെ ഉള്ളു, അല്ലാതെ ഉം. പ്ലാവ് ഒന്നും ഇപ്പം ഇല്ല. ഇവിടെ ആർക്കാ? ഉം? ഉം? അവർക്ക് ചക്കയില്ലാത്തതാണ്. ഉം. അത് ആരാടി വെച്ചാ അവിടെ? ഏ? അവിടെ ആരാ? അവിടെ ആരാന്ന്? അമ്മയുടെ മകള്, അവിടെ ആരാന്ന്? മകളോ? മരുമകള്. എന്റെയോ? ആ അവരുടെ പേരെന്നാ? വീലാമ്മ. അവളവിടെ ഉണ്ടോ? പിന്നെ ഞാൻ നിൽക്കുന്നത് പിന്നെ ആരാ? വേണ്ടില്ലേ? അവളാണ് അവിടുത്തെ ചർമ്മകാലത്ത്. ആ അവിടുത്തെ ചെറുമക്കാരത്തി അവളാ. ഞാനിവിടുത്തെ വേലക്കാരൻ, ജോലിക്കാരത്തി. എന്നതൊക്കെയാണോ? ആ അവളെന്നാ ഇവിടെ 21 വർഷം ആകാറായി. 21 വർഷം ആകാറായി. 25. 21. ഞങ്ങൾ രണ്ടും ഏകദേശം അടുത്തടുത്താ വന്നത്. ഇപ്പൊ കണ്ടിട്ട് മനസ്സിലായോ? മനസ്സിലായി. ആരാ? ആരാത്? അതൊരു മകള്. ആ, പേരൊന്നുമില്ല. അതെന്തോ നോക്കിക്കോണേ. ആ ഇപ്പൊ ഇങ്ങനെയൊക്കെയാ. ഇന്നിപ്പോ ഉടുക്കയാ. പുതക്കലും പാറ്റലും ഒക്കെ അവിടെ എൻ്റെ കൊച്ച ഏതാണ്ടൊക്കെ വാരിക്കറ്റി തന്ന. വാരിക്കിട്ട് തന്നാണോ? ഞാനെങ്ങും പോയതല്ല, ഞാനത് കടയിൽ നിന്നാണ് ഉള്ള സാധനം. അമ്മ കടയിൽ പോയോ? കടയിൽ നിന്ന് മോൻ പോയിട്ടുണ്ടായിരുന്നു. അവരാണ്ട് മേടിച്ചതാ. മോൻ എന്നിട്ട് എന്തിയേ? ആ എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാനിപ്പോ ഓടിച്ചോണ്ട് വന്നാണ്. ഇത് അഴിച്ചു കഴിക്കേണ്ടി എന്നാണ്. അത് എന്റെ അമ്മയ്ക്കുള്ള സാധന. ചായക്ക് കൂട്ടാൻ. ചായക്ക് കൂട്ടാൻ. പിന്നെ അതൊന്നും അല്ല. അതെന്നെ നോക്ക്. ആ അമ്മയുടെ ഇഷ്ടപ്പെട്ട സാധനം. ആ അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം. കരിഞ്ഞ് അതെല്ലാം കാലം ചെയ്ത് ഉണ്ടാക്കിയ പുതിയ തരം റിസ്കാ. ഇത് നീങ്ങപ്പോഴും മിക്കപ്പോഴും ഇങ്ങനെ ഈ വാച്ചിലെല്ലാം കിടക്കണതാണ് പോലെ ഇതോ? ആച്ചിലേലോ? ഇതിന്റെ കഷ്ണം ആ കഷ്ണം. ഇത് ആര് തിന്ന്? എവിടുന്നാ ഞാൻ ഓർത്ത്. ആ അപ്പൊ വല്ല പിള്ളേരുടെയും കയ്യിൽ നിന്ന് തീറ്റ കഴിയുമ്പോൾ പോകണതാണോ അവർ കളയണമാണെന്ന് അറിയത്തില്ല. ഇതിപ്പോ ഇച്ചനേരായോളൂ. ആര് കൊണ്ടുത്തന്നാ? ആരും ഇവിടെ തന്നോ? ആ ആരാ കൊണ്ട് തന്നെ? കൊണ്ടോ എൻ്റെ കയ്യിലൊന്നും തന്നില്ലാരും. ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വെച്ചു പോയതാണോ എൻ്റെ പിള്ളേരുണ്ടായിരുന്നപ്പോൾ അവരുടെ കൊടുത്താണെന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ മതി. ഞാനിവിടെ ഇല്ലായി. ഇല്ലായിരുന്നു. അമ്മ പിന്നെ ഇവിടെ വീട്ടിൽ പോയേക്കുമായിരുന്നു. ആ അതല്ലേ? പിന്നെ ഈ പൊതിയോ കയ്യിലെങ്ങനെയാ വന്നത്? വൈകുന്നേരമായിപ്പോഴല്ലേ വന്നത്. ആണല്ലേ? വൈകുന്നേരം ആയില്ല. വൈകുന്നേരം ആകാൻ പോണതേ ഉള്ളൂ. വന്നിട്ട് എന്നാ ആയി? ആ വൈകുന്നേരം ആകാൻ പോണതേ ഉള്ളൂ. അമ്മ എവിടെ പോയതായിരുന്നു? ഞാൻ വീട്ടിൽ പോയതാണ്. ആണോ? എൻ്റെ വീട്ടിൽ. ഇപ്പൊ എല്ലാ ദിവസവും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ സുഖാണോ? ഉം. അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ സുഖാണോ? അമ്മേടെ അമ്മയ്ക്ക് ചേച്ചിക്കൊക്കെ സുഖാണോ എന്ന്? ആ അവർക്കൊന്നും മക്കളും ചേട്ടായിയ? അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒറ്റർക്കും ചകലം പോലും ഇരിക്കാൻ നേരെയില്ല. ആണോ? എല്ലാത്തിനും എടുപ്പതും പിടിപ്പതും പണിയാ. പണിയാ. പിള്ളേർക്കും അതേ വലിയത് പോലെ.
അമ്മ പെട്ടെന്ന് ഇപ്പോഴാണ് ഈ പറമ്പൊക്കെ ഒരുങ്ങി എല്ലാം പണിയൻ്റെ സമയമായി. കൃഷികളൊന്നുമില്ലല്ലോ. കപ്പയൊക്കെ ഒരറ്റം മുതലെല്ലാം കിടന്ന് വന്നോണം. കപ്പ നട്ടിട്ടുണ്ടോ അമ്മേ? ഏ കപ്പയുണ്ടോ? ആ? കപ്പയുണ്ടോ? കപ്പ അമ്മ കപ്പയും വാഴയൊക്കെ ഉണ്ടോന്ന്? കപ്പയും വാഴയൊക്കെ ഉണ്ടോ? മാലയോ? കപ്പ കപ്പ കപ്പയോ? ആ കപ്പയും മാലയോ? മാലയല്ല വാഴ. അത് എവിടുന്ന? കൃഷി ചെയ്തിട്ടുണ്ടോന്നാ ചോദിച്ചേ. ഓ ഇവിടെയൊന്നും ആവുന്നു. അതൊക്കെ ഈ പിള്ളേരെന്നാലും അതില്ലല്ലോ. പിള്ളേർ കഴുത്താ കിടക്കണോ? കപ്പയും വാഴയാ. ആ മാലയെന്ന് പറഞ്ഞു. മാലയല്ലേ കപ്പയുടെ കാര്യാ പറഞ്ഞേ. എനിക്കറിയില്ല. അമ്മ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കണം. പറമ്പ് ഒരുക്കുവാന്ന് പറഞ്ഞില്ലേ? നോക്കാൻ മടുത്തിരിക്കുക. അതിനാ പണിയെല്ലാം ചെയ്ത് കുഴഞ്ഞ് പണിയൊക്കെ ചെയ്തല്ലേ. ഇത് തൂക്കി പിടിച്ചാണോ എടുത്തത്? ഇത് പൊക്കി പിടിച്ച് എടുത്താണോ? ശ്വാസം മുട്ടുക. അയ്യോ, ഞാൻ പോയി കിടന്നു. ഇത് പൊക്കി പിടിച്ചാണോ അമ്മ എടുത്തത്? റിസ്കാന്നേ റിസ്ക്. അവിടെ കിളി പൊളിക്കും. റിസ്ക്. അവിടെ താഴെ പോവും. ആ പിള്ളേർക്ക് കൊടുക്കാൻ പിള്ളേർക്കല്ല അമ്മയ്ക്കാ. ഇവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അതിന് കൊടുക്കാനാ. സന്തോഷം കൊണ്ടാണ് ആ വെപ്പ് വെക്കണത്. ഓരോന്നിനും ഓരോ സിഗ്നലുണ്ട്. നമ്മുടെ മൂളലിന് അല്ലാതെ വരുമ്പോ വേറൊരു കൂട്ടം വേറെ മൂളല, പരവേശമൊക്കെ കൂടിയാ. സന്തോഷത്തിന് വേറൊരു മൂളല്. നല്ലതല്ലേ? നല്ലതാണോ? ഇതെല്ലാം ശുദ്ധീകരിച്ചതാ. ആ, ശുദ്ധീകരിച്ചതാ. പക്ഷെ കൈ ശുദ്ധമല്ല. ആണോ? വൈകാതെ എല്ലാം എടുക്കാൻ അല്ലെന്നേ, എല്ലാം പിടിച്ചു തന്നല്ലെന്നാ നമ്മുടെ കൈ. എനിക്ക് വേണ്ടതേ ചേച്ചിക്ക് കൊടുക്കും. എനിക്ക് വേണ്ട. അമ്മ കഴിച്ചോ? അകത്തേക്ക് കയറിക്കോ. ഇല്ല ഞാൻ കുറവൊന്നും തകലം വല്ലാത്തോ. ആ, പെട്ടെന്ന് മനസ്സിന് കണ്ടു വിഷമം. അയ്യോ, തിന്നു കഴിയുമ്പോൾ അതെന്താ? തിന്നുന്നോർത്തോ? തിന്നണ കാര്യം ഓർത്തിട്ടാണോ? അല്ല അല്ല ഇതങ്ങ് ചെല്ലുമ്പോൾ ആ ചെല്ലുമ്പോൾ ഒരു കുളുകുളുപ്പ് വയറ്റിൽ കിടന്ന്. ആ, കുളുകുളുപ്പ്. പിടിക്കാതെയുണ്ട്. ആ, അത് പിടിക്കാത്ത സാധനത്തിൻ്റെയാ. അതെന്നാന്ന് അറിയത്തില്ലല്ലോ, ചില സാധനങ്ങൾക്ക് അങ്ങനെയുണ്ട്. കൂട്ടം നമ്മൾ കഴിച്ചോണ്ട് അതല്ല ഇരിക്കണം. ഉം. സ്ഥിരം കഴിക്കുന്നത് എല്ലാം ഇതാ ആ, കഴിക്കണം. അതായിരിക്കും. അതെ, ഇച്ചിരി ഇത് മൊരിഞ്ഞ് ആ കഴിച്ചു. കിടക്കാൻ പോവാം. ഏത് മരുമകളാണേ? ഇതില്ല. ഇത് ഏത് മരുമകളാ? മകന്റെ കെട്ടിയോളല്ലേ? ഏത് മകന്റെ കെട്ടിയോളാ? ഏത് മകൻ്റെ കുട്ടികളത്? അത് കൊച്ചുങ്ങളെല്ലാം അവനവൻ്റെ സ്വന്തമല്ല. അതെ, ആണും പെണ്ണും. ഇത് ആരുടെ പേര്, ആരുടെയാണെന്ന് ചോദിച്ചത്. അത് അയൽവക്കത്തുള്ള നാട്ടിലുള്ള അയലൊക്കെ പിള്ളേരെല്ലാം വലിയവരായാലും എല്ലാം സ്വന്തമാണ്. അതൊക്കെ ശരിയാ. അല്ലാതെ ആരെയും തിരിച്ചിറാനും കാണിക്കുക മോനിപ്പോ ഓടിക്കും. വേറുപെട്ടൊന്നും ചെയ്യാം. നാട്ടുകാരെ സ്വന്തമാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ആരാന്ന് പറഞ്ഞിട്ട് പോകാൻ എന്നെ ഓടിക്കും. നിൽക്കത്തില്ല. പോയി കിടക്കട്ടെ. ചുമ്മാ പറയണ ചേച്ചി. അങ്ങനെ ചെയ്തിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഇവിടെ കിടക്കൊന്നുമില്ല. ഇതിപ്പോ ഇവിടെ അങ്ങ് പോയവരൊക്കെ പുറത്തോട്ടിറങ്ങിയതാ. പുറത്തിറങ്ങി മൊത്തം റൗണ്ട് കറങ്ങി. അപ്പുറത്തൂടെ വന്നു. എന്നിട്ട് അവിടെ നിന്ന് വന്ന് ഞാൻ അപ്പുറത്ത് കഥ തുറന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു. കിടക്കാൻ പോവാന്ന് പറഞ്ഞ് പോയി കിടക്കും. പിന്നെ ഏറ്റവും ഉടനെ തന്നെ അന്നേരം ആയിട്ട് വരും. ചുമ്മാ പറയണമെന്നേ ഉള്ളൂ. പോയോ? അമ്മയാ? അമ്മയല്ലേ ഇപ്പം ഇങ്ങനെ വന്നേ? അമ്മയല്ലേ ഇപ്പം ഇങ്ങനെ വന്നേ? അല്ല ഇപ്പം ഇങ്ങോട്ട് വന്നത്? അമ്മയല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നത്? വന്നോ? ആ, കണ്ടാടെ പോലെ കണ്ടില്ലേ? എവിടുന്നാ വന്ന? ആ, കടയിൽ പോയിട്ട്. കിടപ്പൊക്കെ കഴിഞ്ഞ? കിടപ്പ് കിടപ്പ് കിടപ്പൊന്നുമില്ല. അതിനാ എന്നിട്ട് ഇപ്പൊ കിടക്കാൻ പോവാന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് ഓടി പോന്നേ? കിടക്കണം. ആ, റിസ്ക് നല്ലതാണോ? നല്ലതല്ലേ? അതാ മേടിച്ചോണ്ട് വന്നത്. പത്രം വായിക്കാൻ പോകണമെന്നോ? പത്രം വായിക്കുന്നുണ്ടോ അപ്പം? പത്രം വായിക്കാൻ പോകണത് പേപ്പർ കൈ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ചോദിച്ചാ? പത്രം. ആ, വായിക്കാൻ പോകണമെന്ന് ചോദിച്ചേ. കണ്ണറിയത്തില്ലേ? ചുമ്മാ പറയാ കണ്ണറിയാൻ വരുന്നു.
ഉണ്ടാക്കി. ചക്ക ഒരുക്കാൻ കൂടിയില്ലായിരുന്നോ? ഏ? ചക്ക ഒരുക്കാൻ കൂടിയില്ലായിരുന്നോ ഒന്ന്? എന്നിട്ട് എന്നോട് പറഞ്ഞു കൂടിയില്ല. ഞാൻ അറിഞ്ഞു പോലുമില്ലെന്ന് ചക്ക വെട്ടിയത്. ചക്ക അവിടെയായിരുന്നു. അമ്മേനെ മനസ്സിലായില്ലേ? ആ ചക്ക അവിടെയായിരുന്നത്. ഞാൻ കണ്ടില്ല. ഞാൻ തിന്നാൻ നിന്നിട്ട് കണ്ടില്ലെന്ന് ചക്ക ഇരിക്കുന്നത്. ഇതാണ് എലിക്കുട്ടി. അത് പിന്നെ വാരിക്കൊണ്ടേനെ. ഞാൻ ഈ റസ്ക് എവിടെ ഇട്ട് വെക്കും? ഇനി ഇട്ടാൽ ശരിയാകിയല്ലോ. ഇത് ചക്ക കഴിച്ചാൽ പണിയുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഇച്ചിരി വെള്ളം എടുക്കാനായിട്ട്. തരാം. വെള്ളം മൊത്തം കുടിച്ച് തീർക്കാം. ഇത്രയൊന്നും വേണ്ട. അത് കുടിച്ചോ. ഉം? ഏ? 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 എനിക്ക് മേലെ എനിക്ക് ശ്വാസം പോയാലേ പോയാ ശ്വാസമൊക്കെ പോയോ? ശ്വാസം മുട്ടും. ശ്വാസം പോയാ? എവിടെ പോയി? ഇങ്ങനെ കൂടെ കൂടെ ഉള്ളത്. എന്നിട്ടാണ് എന്നെ ഇട്ട് പഠിപ്പിച്ചത്. ഇതിങ്ങനെ പറഞ്ഞോ? അമ്മേനെ തപ്പി നടന്നിട്ട് ഇപ്പൊ പറഞ്ഞോ? എന്നാ പറഞ്ഞു? ഒന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടിട്ട് പറഞ്ഞ പോലെയാണല്ലോ തോന്നുന്നേ. അങ്ങനെ ഇങ്ങനെ ഓരോ തോന്നും. വീട്ടിലോട്ട് പോകണമല്ലോ. ആ വീട്ടിൽ മരുന്ന് മേടിച്ച് തരാം. എന്നാ മരുന്ന്? എന്നാത്തിനാ മരുന്ന്? എന്നാത്തിനാ? ആ ഡോക്ടറൊക്കെ കൊണ്ടുപോയി. എന്നാത്തിനാ മരുന്ന്? എന്നാ അസുഖം? അസുഖം എന്നാ? അസുഖം എന്നാന്ന്? അസുഖം എന്നാ അസുഖം എന്നാന്ന്? അസുഖം? ആ അസുഖം എന്നാ ഡോക്ടർക്കല്ലാത്ത. ആ അസുഖമൊന്നും ഇല്ലാതെ ചെന്നാൽ ഡോക്ടറെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്നാന്ന് വിവരം പറയണ്ടേ? മരുന്ന് വാങ്ങിക്കണമെങ്കിൽ വെള്ളം കുടിക്കുന്നില്ലേ? വെള്ളം കുടിക്കുന്നില്ലേ? വെള്ളം 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 വേണ്ടേ? വെള്ളം എന്നാ ഇത് കുടിക്കേ. ഇത് കുടിക്കേ. അതിനാ ഒന്ന് മുത്തിയതല്ലേ ഉള്ളൂ. അത് തണുപ്പിച്ച് വെച്ചേക്കണല്ലേ ചൂടായത്? ചൂടാക്കി തണുപ്പിച്ചതല്ലേ? വീട്ടിൽ പോണോ? ഇതാ അമ്മയുടെ വീട്. ഇതാന്നേ വീട്. ഇതാ അമ്മയുടെ വീട്. അതേന്നേ. പിന്നെ ഏത് വീട്ടിൽ പോണെന്ന് അമ്മ പറഞ്ഞു. അമ്മ വീട് കാണിച്ചു തരുവാണെങ്കിൽ കൊണ്ടേ ആക്കാം. അമ്മയുടെ വീട് ഏതാന്ന് കാണിച്ചു തരുവാണെങ്കിൽ എവിടെ കൊണ്ടേ ആക്കാം. എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന വീട് ഇതാ. പ്രത്യേകമൊന്നും കാണിച്ചിടാനില്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ അവർ നോക്കുവോ? ഏതെങ്കിലും വീട്ടിലോട്ട് കയറി ചെന്നാൽ വല്ലവരും നോക്കുവോന്ന്? ഞാൻ പറയുന്നൊന്നുമല്ല അമ്മ പറയണ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് ഭയങ്കര ചൂടാ. നീ എവിടെ പോവാ? എവിടെയെങ്കിലും പോണോ? പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളേ? ഇറങ്ങിപ്പോയാ അവിടെ ആരും ഇല്ലേ? അവിടുത്തെ ആളല്ലേ തുമ്പ ഒന്ന് വർത്താനം പറഞ്ഞേ? ആൾക്കാർ നടപ്പുണ്ട്. ഉണ്ടോ? ആൾക്കാർ നടപ്പുണ്ട്. പിന്നെ ആളില്ലാഞ്ഞിട്ടാണ് നടക്കണേ. ആളുള്ളതുകൊണ്ടല്ലേ അതിൽ നടക്കണത്. നമുക്ക് വീട്ടിൽ പോവാം. ആ എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? എന്നാലും എന്റെ അമ്മായിക്ക് എന്റെ പേരൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ പോകാമെന്ന് എനിക്ക് സന്തോഷമായി കേട്ടോ. എന്റെ പേരൊക്കെ വിളിച്ചു ഒത്തിരി ദിവസം കൂടി. എനിക്ക് സന്തോഷമായി കേട്ടോ എലിക്കുട്ടി. നമുക്ക് പോകാം. ആരെങ്കിലും വീട്ടിൽ കൊണ്ട് ആക്കണ്ടേ? അതിനു വേണ്ടി സോപ്പിട്ടതല്ലേ? എന്തായാലും കൂട്ടി നിൽക്കുന്ന കണ്ടതല്ലേ?
അവള് തിന്നോണ്ടിരിക്കുന്നേ അവിടെ കൂട്ടില്. കൂട്ടിൽ ആ മുമ്പേ കണ്ടാണല്ലോ. നല്ലതാണ് പുകയട്ട. ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. എന്നാ പോയി കിടന്നോ. പോയി കിടന്നു. അതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിലോട്ട് ആ പോയി കിടന്നു. വെച്ച സമാധാനം. നമുക്ക് പോകാം. ഓ വെള്ളം എടുത്തുകൂടി, വെള്ളം എടുത്ത് കുടിക്കും. അമ്മയ്ക്ക് കൊണ്ട് വെച്ചേക്കണ. എനിക്ക് വേണ്ട, അതിനാ എനിക്കല്ല. അമ്മയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുന്ന അണ്ട. അത്രയും കുടിച്ച അമ്മയല്ലേ, ബാക്കിയും കൂടെ കുടിച്ചോ. മുഴുവൻ കുടി. അവിടെ പോണല്ലേ കുടിക്കാൻ. എനിക്കൊന്നും അത് ബാക്കിയും കൂടെ കുടി. വെള്ളമൊന്നും കുടിക്കാൻ കഴിയല്ല. ഫാൻ കറങ്ങുമോ അപ്പം? ഫാൻ കറങ്ങുമോ? എന്നാ ഫാൻ കറങ്ങുമോന്ന്? വാങ്ങോ ഫാൻ ഫാൻ ഞാനോ ഫാൻ ഫാൻ വാനോ ആ കറങ്ങുമെന്നോ? ആ ആ എനിക്കിതൊന്നും അറിയത്തില്ല. കേടായിരുന്നല്ലോ, നന്നാക്കാൻ ആൾ വന്നായിരുന്നല്ലോ. കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നാ കിടക്കാത്തെന്നാ ചോദിച്ചത്. ചോദിക്കട്ടെ. കിടക്കാൻ പോവാന്ന് പറഞ്ഞ് പോയിട്ട് എന്നാ കിടക്കാത്തേന്ന് എല്ലാം പറഞ്ഞോ? പറഞ്ഞതാ. എന്നാ കിടക്കാൻ പോവാന്ന് പറഞ്ഞ് പോയിട്ടേ, കിടക്കാൻ പോവാന്ന് പറഞ്ഞ് പോയിട്ട് എന്നാ കിടക്കാത്തേന്ന്. കിടക്കാൻ പോയില്ല, പോയി കണ്ണില്ല. പോയി കിടന്നോ. മൊത്തം വേദന. ഇച്ചിരി കഴിയും നമുക്ക് പോവാം വീട്ടില്. ശ്വാസം മുട്ടലാ. അതൊന്നും സാരില്ല, പൊക്കോള്. പോയി കിടന്നോ കേട്ടാ. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് നാളെ ഒരു ഡോക്ടർമാരെ കാണാൻ കാണാൻ പോണല്ലേ. ഏതാശുപത്രിയിലാ പോണേ? ഏതാശുപത്രിയിലാ പോണേ? എന്നാ ഏതാശുപത്രിയിലാ ഡോക്ടറെ കാണാൻ പോണേ? എവിടെയാണെങ്കിലും നിങ്ങൾക്കെന്നാ ആ ഞങ്ങൾ അറിയണ്ടേ പോകാനായിട്ട്? വന്നിട്ടല്ല ഞങ്ങൾ അറിയണ്ടേ പോണെങ്കിൽ? ആരും അറിയാൻ വേണ്ട. ആ അപ്പം ആരാ ആശുപത്രി കൊണ്ടുപോണേ? ആരാ ആശുപത്രി കൊണ്ടുപോണേ? ആരാ ആശുപത്രിയിൽ ആരാ കൊണ്ടുപോണേ? ശ്വാസം മുട്ടുക. ആണോ? ശ്വാസം നിന്ന് പോവുക. ആ ഡോക്ടർക്ക് പോകാനൊക്കെ പറ്റുമോ? ആണോ? ഏത് ഡോക്ടറെ അടുത്താ പോണേ? ഏത് ഡോക്ടറെ അടുത്താ പോണേ? ഏത് ഡോക്ടർ? ഏത് കഴിയും? സെന്റ് സേവിയേഴ്സിലാണോ പോണേ? ചികിത്സ ചെയ്യണ ഡോക്ടറെ. സെന്റ് സേവിയേഴ്സിലാണോ പോണേ? സെന്റ് സേവിയേഴ്സിലാണോ പോണേ? അവിടെയൊന്നുമല്ല. പിന്നെ എവിടെയാ? വേറെ വേറെ എവിടെയാ ഡോക്ടറുള്ള? കസേര ഇവിടെ പോട്ടെ. അതാ ഫാൻ നന്നാക്കാൻ വന്ന കൊണ്ടിട്ടതായിരിക്കും. ഫാൻ നന്നാക്കാൻ വന്നപ്പോൾ കൊണ്ടിട്ടതായിരിക്കും. നീയാണോ? ഞാനല്ല. കൊണ്ടുപോയി ആരാ കൊണ്ടുപോകാനുള്ളേ? എനിക്ക് ഇവിടെ ഒന്നും എന്തെങ്കിലും നടക്കത്തില്ല. അതിനാ നീ വീട്ടിൽ പോയി എനിക്ക് കിടക്കുകയും ചെയ്യും. ഏത് വീട്ടിലോട്ടാ പോണ്ടേ? ഏത് വീട്ടിലോട്ടാ പോകണ്ടേ? ഏത് വീടാ? എനിക്കൊരു വീടല്ല. ആ നമുക്ക് എലിക്കുട്ടിക്ക് ഒരു വീടേ ഉള്ളൂ. ആ വീട് ഇതാ. എലിക്കുട്ടിക്ക് ഒരു വീടുള്ള ഇതേ ഉള്ളൂ, വേറെ വീടൊന്നുമില്ല. ഒരു വീടേ ഉള്ളൂ, അത് ഇതാ. ഇവിടെ ഇതേ വീടുള്ളൂ. വീടുള്ളോ? ആ അല്ലാത്തോട്ടോ? വേറെ ഏതാ വീട്? ഒരു വീട് ഉള്ളതെന്നല്ല പറഞ്ഞേ. എല്ലായിടത്തും ഉണ്ട് വീട്. ആ എല്ലായിടത്തും വീടൊക്കെ ഉണ്ട്, വല്ലവരുടെ അല്ലേ. നമുക്കൊരു വീടല്ലേ ഉള്ളൂ. എലിക്കുട്ടിക്ക് ഒരു വീടേ ഉള്ളൂ, അത് ഇതാ കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ അപ്പോൾ എനിക്ക് സകല വിഷമങ്ങളും മാറും. ആണോ? വീട്ടിൽ പോകാഞ്ഞിട്ടാണ് ഈ വിഷമം മുഴുവനും. ഓ ഭയങ്കര മഴക്കാറുള്ളതാണ്. കിടന്നില്ലേ? ഇല്ലെന്നേ, അതൊക്കെ അറിയാ. അത് ഓടി നടക്കുമല്ലേ. കിടക്കുവാന്ന് പറഞ്ഞിട്ട് കിടക്കണില്ലേ? എലിക്കുട്ടി കിടക്കുവാന്ന് പറഞ്ഞിട്ടേ എന്നാ കിടക്കാത്തേ? എനിക്ക് മേലെ എനിക്ക് മേലാത്തവര് കിടക്കണ്ടേ എവിടെയെങ്കിലും? വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഇത് അമ്മയുടെ വീട്, വേറെ വീടൊന്നും ഇല്ല. എന്നാ ചെയ്യണം? അയ്യോ അമ്മയുടെ വീട് ഇതാന്നേ. അമ്മയുടെ വീട് ഇതാ. വാ കൊണ്ട കിടത്താം. വാ 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 വാ. എന്നതൊക്കെയാ അമ്മ? അമ്മ കുഞ്ഞു പിള്ളേരെ പോലെ തുടങ്ങുവാണ്. വിവാനും വിവീനായാലും ചെറുപ്പത്തിലെ ഞാൻ ഇനി അതുപോലെയൊക്കെ നോക്കണം അമ്മേനെ. കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോണ പോലെ. നമുക്ക് വീട്ടിൽ പോയാലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടുപോകണ്ട. എന്നെ വീട്ടിൽ കൊണ്ട് ഇത് അമ്മയുടെ വീട്.
എനിക്ക് എൻ്റെ വീട്ടിൽ പോയാ ഇതാണ് അമ്മയുടെ വീട് കേട്ടാ. എനിക്ക് എൻ്റെ വീട്ടിൽ മതി. അയ്യോ ഇങ്ങനെ പറയരുത്. നമ്മുടെ വീട് ഏതാ? പറയുന്ന പോലെ പോരെ എന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് കരയരുത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥമാണ്. ഇവിടെ സ്വസ്ഥതയില്ലേ? സ്വസ്ഥതയുണ്ട്. ഇവിടെ സ്വസ്ഥതയില്ലേ? ഒന്നാമത് എനിക്ക് രോഗവും കുറവുണ്ട്. ഇവിടെ സ്വസ്ഥതയില്ലേ അമ്മേ? ചങ്കെല്ലാം പൊട്ടിപ്പോകും. നമ്മുടെ വീട് ഏതാ? ഇവിടെ സ്വസ്ഥതയില്ലേ? വെടലിക്ക് എല്ലാം വേദന. നമ്മുടെ വീട് ഏതാ? ഏത് വീട്ടിലാ കൊണ്ടുപോകണ്ടേ? ഭയങ്കര ചൂടാ. പിന്നെ വീട്ടിലോട്ടാകുമ്പോൾ അല്ല AC അങ്ങ് ഓണാ. അത് ഏത് വീട്ടിലാ? വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി. അത് ഏതാ വീട് ഏതാന്ന്? ഏതാ വീട്ടുപേരനാ? അമ്മനെ കൊണ്ടുപോണ്ട വീട് ഏതാ? ഏ ആരാ? രോമോനൊക്കെ ആ വീട്ടിലുണ്ടെങ്കിൽ വന്നായിരുന്നേ. ആ പറഞ്ഞായിരുന്നോ വരാൻ പറഞ്ഞായിരുന്നോ? ആരോട് പറഞ്ഞു? ആ പിന്നെ എങ്ങനെയാ വരുന്നേ? ഏതാ? എവിടെയാ? എവിടെയാ? വീട്ടിലോട്ടെ. വീട്ടിലോട്ടോ? പിന്നെ ഒന്ന് കൊണ്ടാക്കിയിട്ട് അതിനാ? മേലെങ്കിലും കിടന്നും കിടക്കാം. ആണോ? ഇപ്പൊ ഓർമ്മശക്തിയില്ല. ഓർമ്മശക്തി ഇല്ലേ? എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആണോ? ശരീരം മുഴുവൻ വേദന, ഒരു ശകലം പോലും വേദന ഇല്ലാത്ത. ആഹാ. ആകാശം മുഴുവൻ മഴക്കാറ്. ആകാശം മുഴുവൻ മഴക്കാറും ഉണ്ടോ? മഴ പെയ്യാൻ പോകും. ആ മഴ പെയ്യട്ടെ. കൈയൊന്നും പൊക്കാനും താത്താനും ഒന്നും വേണ്ട. ആണോ? അതിനാ പറ്റിയേ? അതിനാ പറ്റിയേ? അതെന്നാ പറ്റിയേ? ഒന്നും പറ്റിയിട്ടല്ല, ശരീരത്തിലെ അസ്വസ്ഥത അങ്ങനെയാ. അസ്വസ്ഥത കൊണ്ടാണോ? വേദന മുഴുവനും. ആണോ? അതുകൊണ്ടാണ് ശരീരത്തിന് അങ്ങനെ തോന്നുന്നത്. മൊത്തം വേദനയാണോ? മൊത്തം വേദനയാണോ? എന്നാ മൊത്തം വേദനയാണോ? തുടങ്ങിയിട്ട് 8 എട്ടുപത്തായോ? പിന്നെ 70 വർഷമോ വയസ്സോ? ഇരുന്നാൽ ഇരിക്കത്തില്ല. മൊത്തം വേദന. വണ്ടി വിറ്റിട്ട് കിടപ്പുണ്ട്. ആരുടെയാ? ഇതുവരെ ഇങ്ങോട്ട് വീട്ടിൽ ഇടാൻ പറ്റി. ആരാ വണ്ടിയാവേ? ഇത് വീട്ടിലെ വണ്ടി. വീട്ടിലെ വണ്ടി ആരെയാ? രോമോൻ്റെ. രോമൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ടോ? രോമൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ടോ? ഇവിടെ കിടപ്പുണ്ടോ? പിന്നെ കിടക്കണം. അത് ജോമൻ്റെ വണ്ടിയാ, എൽസിയുടെ വണ്ടിയാ. അത് എൽസിയുടെ വണ്ടിയാ, ജോമൻ്റെ വണ്ടിയല്ല. കാറല്ലേ? ആ കാറല്ലേ? ആ കാറല്ലേ? ആരുടെയാണോ? കാറല്ലേ? കാറ്. കാറോ? ആ കാറ് തന്നെയല്ല നോക്കുമോ? ആ പിന്നെ 2-3 വണ്ടിയാണോ? 2-3 വണ്ടിയുണ്ടോ? ആ ബൈക്കും ഒക്കെ ഉണ്ടല്ലേ. കാറ് നമുക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ. വീട്ടിൽ നിന്ന് ആരാ വരണ്ടേ? ഏ ശകലം നേരത്തെ സഹായിക്കാനൊരു എനിക്ക് മേലെ വെള്ളം കുടിക്കാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ശ്വാസം മുട്ടി ഭയങ്കര ഈ വെള്ളം വേണം. ഒന്നും കണ്ടിട്ട് പിന്നെ അമ്മയുടെ തോന്നലല്ലേ ഇതൊക്കെ? എല്ലാം നെല്ലി വീട്ടിലോട്ട് കൊണ്ടുപോയി. ആ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ അമ്മയുടെ വീട് ഇതാ. ഞാൻ എന്നാ പറഞ്ഞ അമ്മേനെ മനസ്സിലാക്കേണ്ടത്? എന്നെ അങ്ങനെ കൊണ്ടുപോയാൽ ഇത് അമ്മയുടെ വീടാന്നേ. അവിടെയല്ലേ എൻ്റെ കൊച്ചിനോടാണോ? ആ അതല്ലേ ഇവിടെയാ ഉള്ളത്. ഇവിടെയാണുള്ളത്. ഞാൻ എന്നാ പറഞ്ഞ അമ്മേനെ മനസ്സിലാക്കിക്കണ്ടേ? അമ്മയ്ക്ക് അമ്മ നിൽക്കുന്ന സ്ഥലം അമ്മയുടെ വീടല്ലെന്നുള്ള തോന്നൽ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളായതല്ല. ഇതിനിപ്പോ എന്നാ ചെയ്യണ്ടേ? ഞാൻ എന്നാ പറഞ്ഞ അമ്മേനെ മനസ്സിലാക്കിക്കണ്ടേ? വെള്ളം കൊടുത്ത് മാത്രമായിരിക്കും. ആ അതവിടെ ഇരിക്കട്ടെ. ചായ കുടിച്ചിട്ട് വീട്ടിൽ പോണ്ടേ? പോണോ? പിന്നെ എന്നാ വാ. വാ. ഡ്രസ് കൊടുക്കാം. കൊടുക്കണ്ട.
ഇന്ന് വീട്ടിൽ പോക്കിൻ്റെ ഒരു ജ്വരമാണ് അല്ലേ? മൊത്തം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുള്ള അസ്വസ്ഥതകളാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അരയിലോട്ട് കെട്ടി, അരയെ കെട്ടിപ്പോൾ ശ്വാസം വിട്ടണേ. അരയിൽ അയച്ചുകളാ, അരയിൽ അയച്ച് തോളയിലിട്. അരയെ കെട്ടിയിട്ടാ ശ്വാസം വിട്ടണേ ഇടാ. അരക്കെട്ടുമായിട്ട് നടക്കണേ. അരയിലെ കെട്ടയച്ച് കളയാനേ. അരയിലെ തോർത്തെടുത്ത് തോളയിലിട്. ആ ആ പിന്നെ അതെടുത്ത് തോളയിലിട്ടാ പോരെ. ഈ അരയിൽ നിന്നൊരു കെട്ടിയേക്കുന്നേ. അരയെ കെട്ടിയേക്കുന്നുണ്ട്, മുറുക്കി കെട്ടിയിട്ടായിരിക്കും. ആ അത് 2-3 മാസം കിട്ടും. ആണ്ടേ റസ്കും ചായയും കൂടെ കഴിച്ചോ. നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം കേട്ടോ. കുഞ്ഞുവാവ വന്നേ. ഒന്നും വേണ്ട. ചായ കുടിക്കുക. ചായ കുടിക്ക്, വാ. എന്നിട്ട് വേണം പോകാൻ. വാ. കഴിക്കാനൊക്കെ പറ്റൂന്നേ. നടക്കാനും പറ്റും, ഓടാനും പറ്റും. നിങ്ങൾക്കൊക്കെ തോന്നുന്നതല്ലേ? അയ്യോ തിന്നാതെ മുക്കി മുക്കി ചായ മുക്കി തിന്നെ. ചായ മുക്കി ഇങ്ങനെ മുക്കി ഇരുന്ന് കഴിച്ചോ. ഇരിക്കേ, ചായ മുക്കി കഴിക്കും. ഇവിടെ ഇരിക്കേ. അസ്വസ്ഥത പോലെ കളിക്കുന്നു. എന്നെ പറ്റിക്കുന്നതാണോ? പേടിപ്പിക്കുന്നതാണോ എന്നെ? എന്നെ പേടിപ്പിക്കുന്നതാണോ അമ്മ? ചുമ്മാ ഇങ്ങനെ ഊന്നൊക്കെ വെച്ചിട്ട് ഈ ഒച്ചയൊക്കെ വെപ്പിച്ച് എന്നെ പേടിപ്പിക്കുകയാണോ? അരയിൽ വലിച്ചു കെട്ടി വെച്ചിരിക്കുക. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ രാവിലെ മുതൽ അങ്ങനെയാ. പേടിപ്പിക്കാൻ ഞങ്ങൾ എന്നാ ചെയ്ത്? അമ്മ ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പം വേറെ സൗണ്ടായി കേട്ടോ. നോർമൽ സൗണ്ടിലോട്ട് വന്നു. വീട്ടിൽ പോകണമെന്നുള്ള ജ്വരം കയറി. എന്തെങ്കിലും അസുഖങ്ങൾ വന്നൊന്നും അതിലൊന്നും ആർക്കൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് എപ്പോഴാണ് വരവെന്നൊന്നും ആർക്കും പറയാൻ അതൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പം വേണേലും വരും. ആർക്കെങ്കിലും വേണം ജ്വരം. അമ്മ തിന്നു. നീ ഒന്നും വേണമെന്നില്ല. ഒന്നും വേണ്ട. കാണും. എനിക്ക് വേണ്ട. അമ്മയ്ക്കുള്ളല്ലോ. അമ്മ 2 കഴിക്കുന്നല്ലേ. തുമ്പ ഒരെണ്ണം തിന്നുകൊണ്ടായിരിക്കും ചിലപ്പം. വെട്ടയില്ലേ? ആണോ? വെട്ടയില്ലാത്തോണ്ട് ഏതാണ്ട് പോലെയാണോ? മുട്ടലും ചീറ്റിലൊക്കെ പോയാ? കിട്ടും. ആണോ? ആ അത് ശരി കിടാഞ്ഞിട്ടാ കിട്ടാത്തത്. ഫാൻ അപ്പുറം കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അമ്മയുടെ മുറി കിടന്ന് ഫാൻ കറങ്ങുന്നുണ്ടല്ലോ. അമ്മയുടെ മുറി ഫാൻ കിടന്ന് കറങ്ങണം. എലിക്കുട്ടി കിടക്കണ മുറിയിലേ, എലിക്കുട്ടി കിടക്കണ മുറി ഫാൻ കിടന്ന് കറങ്ങണം. എലിക്കുട്ടി കിടക്കണ മുറിയില്. എലിക്കുട്ടിയേ ഇപ്പം ആരും കിടക്കുന്നില്ല. ആ ഫാൻ ചുമ്മാ കിടന്ന് കറക്കണം. ആ പോയി കിടന്നോ. ഫാൻ ഇട്ടിട്ട് കിടക്കാം. ഞാൻ ഓഫാക്കി. ഇവന കോളേജിലല്ലേ? ഇവന അടുത്ത ആഴ്ച വരും. കോളേജ് അടുത്ത ആഴ്ച തന്നെ വരുമായിരിക്കും. ആ ഇന്നില്ല. ഇനി അടുത്ത ആഴ്ച വരുള്ളൂ. അടുത്ത ആഴ്ച വരുള്ളൂ. എന്നാ ചോദിച്ചേ? എന്നതാ ചോദിച്ചേന്ന്? കുറുപ്പന്തറയ്ക്കോ? കുറുപ്പന്തറ കട വരെ ഓഫീസിൽ പോവാ. പണിയുണ്ട്. ഓഫീസിലേ, നമ്മുടെ ഓഫീസ് പണിയുണ്ട്. പോയി ചെയ്തിട്ട് വരാം. പോയച്ചു വരാം. പോയേച്ച് വരാന്ന്. ആ പോവാന്ന്. സമയം കളയാതെ. ആ ഓക്കെ. ഒത്തിരി രാത്രിയായി മഴ ഇടിയൊക്കെ ഉണ്ടാവും. ആ അതുതന്നെ. മഴ ഇടിക്കൊക്കെ നമുക്ക് വരാം. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.